കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിലെ 6-ാമത്തെ മെസ്സേജാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 6-ാമത്തെ മെസ്സേജിലേക്ക് പോകാം. യേശുവിന്റെ ചെമ്മരിയാടാകാനുള്ള വിളി. അതുകൊണ്ട് ഓരോരുത്തർക്കും നല്ലത് ഒരു മാർപ്പാപ്പയെയോ ഒരു രാജാവിനെയോ ഒക്കെ പോലെ നേതാവാകാൻ നിൽക്കാതെ എന്റെ ചെമ്മരിയാടാവുകയാണ്. എന്റെ ചെമ്മരിയാടെന്നാൽ ശുദ്ധമായ നിഷ്കളങ്കത, സമൃദ്ധമായ കരുണ, അചഞ്ചലമായ ക്ഷമ, യഥാർത്ഥമായ അനുസരണം, സ്വീകാര്യമായ പരിഹാര പ്രവൃത്തികൾ എന്നിവ ഉണ്ടായിരിക്കുക എന്നതാണ്. ശുദ്ധമായ നിഷ്കളങ്കത എന്നാൽ ലാളിത്യത്തിന്റെ ജീവിതം നയിക്കുക എന്നതാണ്. ഹൃദയത്തിൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അവരെ വെറുക്കുകയോ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അവരുടെ വസ്തുക്കൾ അപഹരിക്കാതിരിക്കുകയോ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ജീവിതമാണ് ശുദ്ധമായ നിഷ്കളങ്ക ജീവിതം. അങ്ങനെയുള്ളവർ എന്റെ ആട്ടിൻകൂട്ടത്തിൽ ചേർക്കപ്പെടാൻ യോഗ്യരാണ്. സമൃദ്ധമായ കരുണ എന്നാൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നതാണ്. അചഞ്ചലമായ ക്ഷമ എന്നാൽ ആരെങ്കിലും നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ നിങ്ങൾക്കെതിരായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ സഹനത്തിന് പ്രതികാരം ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. യഥാർത്ഥമായ അനുസരണം എന്നാൽ നിങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല, പിന്നെയോ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നതാണ്. അതിന് എളിമ ആവശ്യമാണ്. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുക. അഹങ്കാരികൾ എന്റെ ആട്ടിൻകൂട്ടത്തിൽ പെടുന്നില്ല. സ്വീകാര്യമായ പരിഹാരം എന്നാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ചേരുന്ന പരിഹാരം ചെയ്യുക എന്നതാണ്. നന്മ മാത്രം ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നീതിമാനായി ഭൂമിയിൽ ഒരുവൻ പോലുമില്ല. അതുകൊണ്ട് സ്വീകാര്യമായ പരിഹാരം എന്നാൽ ആത്മാർത്ഥമായ അനുതാപം തന്നെയാണ്. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുകയും ഇനിയൊരിക്കലും ആ പാപങ്ങൾ ചെയ്യില്ല എന്ന ദൃഢമായ തീരുമാനം എടുക്കുകയുമാണ് വേണ്ടത്.